السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. آل النبي ذريتي وهم إليه وسيلتي. أرجو بهم معطى غدا بيد اليمين صحيفتي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉന്നതരായ കന്യാൻ ഉസ്താദ് അവറുകൾ, വേദിയിലുള്ള ധാരാളം പണ്ഡിതന്മാർ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, KCF, SBS തുടങ്ങിയ പ്രാസ്ഥാനിക കുടുംബങ്ങളുടെ നേതാക്കൾ, കന്യാന ജമാഅത്തിലെ വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട കന്യാന സർക്കിൾ നമ്മുടെ സംഘകുടുംബത്തിൻ്റെ പ്രവർത്തകരും വിവിധ യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമ്മുടെയൊക്കെ നേതൃത്വമായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും നിരവധി മഹല്ലുകളുടെ ഖാദിയും സൂഫിയും പണ്ഡിതനും വിശിഷ്യ നമ്മുടെ ഈ കന്യാന മഹലിൻ്റെ ഖാദിയായിരുന്ന അഭിവന്യരായ ഖുറത്തുസ് സാദാത്ത് സയ്യിദ് ഫളൽ കോയമ്മ കൂറത്ത് തങ്ങളവറുകൾ നവ്വറല്ലാഹു മർക്കദഹു, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളെ നെഞ്ചിലേറ്റിയ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ആളുകൾ, വിശിഷ്യ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രാസ്ഥാനിക കുടുംബം, ഈ ഒരു പ്രൗഢമായ സദസ്സിൽ വെച്ച് മഹാനായ തങ്ങളവറുകളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ആ മഹാനായ തങ്ങളെ മഹബത്ത് വെച്ച കൊണ്ടാണ്. ആ മഹബത്ത് കാരണം മഹാനായ സയ്യിദവരോട് കൂടെ
അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ താജുലുലമ ഖുദ്ദസുല്ലാഹു വസ്സലഹുൽ അസീസ് അവരോടുകൂടെ അള്ളാഹു നമ്മെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ ഉദ്ഘാടനത്തിൽ വളരെ ഹ്രസ്വമായ വാക്കുകളിൽ പണ്ഡിതോചിതമായി നമുക്ക് മഹാനായ തങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ വേദിയിൽ ധാരാളം പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാൻ പറ്റിയ അർഹതയുള്ള ആളുകളുണ്ട്. ഏതായാലും നമ്മൾ ആ മഹാനായ തങ്ങളവറുകളെ മഹബത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. അല്പം ദീനിയായ കാര്യം നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം. മഹാനായ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അത് ദീനിയായ കാര്യമാണ്. അഹ്ലു ബൈത്ത് അതിനെക്കുറിച്ച് പറയുന്നത് അത് ദീനിയായ കാര്യമാണ്. അതുകൊണ്ട് ഈ ഒത്തുകൂടൽ ഇതൊരു ഇൽമിന്റെ ഒരു മജ്ലിസാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖുറത്തു സാദാത്ത് മഹാനായ കൂറത്ത് തങ്ങളവറുകൾ അവിടുത്തെ മഹത്വം, ആ മഹാനായ തങ്ങളവറുകളുടെ നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതിന് പകരം നമുക്ക് നികത്താൻ പറ്റാത്ത വലിയ ഒരു നഷ്ടമാണ്. അതൊരു ആലങ്കാരികമായി പറയാനുള്ളതല്ല. ഏത് വ്യക്തിക്കും എന്ത് ആവലാതിയും പോയി പറയാനും അവിടെ പോയി സങ്കടം പറയാനും പറ്റുകയും അതിന് ഉടനടി ഒറ്റ വാക്ക് കണ്ട് ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചു തരികയും ചെയ്തിരുന്ന ആ ഒറ്റ വാക്കുകൊണ്ടുള്ള നിർദ്ദേശം അതൊരു അന്തിമ തീരുമാനമായി നമുക്ക് അനുഭവിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു നേതൃത്വം ഇനി നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മളിനി എവിടേക്കാണ് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി ഈ ഭൗതിക ലോകത്ത് ഓടിച്ചെല്ലേണ്ട ആളുകൾ നമുക്ക് വേറെ ആരാ ഉള്ളത്? ആ വലിയ ഒരു നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. മഹാനായ സയ്യിദ് അവറുകൾ അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ ബഹുമാനങ്ങൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ഉള്ളത് തന്നെ ധാരാളം പറയാനുണ്ട്, പറഞ്ഞാൽ തീരൂല. അത്രയും വലിയ ഒരു ഷറഫുള്ള, ഒരു ബഹുമാനമുള്ള, ഒരു മഹത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളവറുകൾ. ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് അഹ്ലു ബൈത്ത് എന്നുള്ള ഏറ്റവും ബഹുമാനമുള്ള ഒരു പദവി അത് അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാന്മാർക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളൊരു മഹത്വമാണ്. അഹ്ലു ബൈത്ത് ആകുന്നതോടുകൂടെ അവരുടെ ഇൽമും അവരുടെ ഇബാദത്തും അവരുടെ ജീവിതവും അത് ഒന്നുകൂടി മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അഥവാ മഹത്വമേറിയതാകുമ്പോൾ അതിന് മാധുര്യം കൂടുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് അഹ്ലു ബൈത്ത് എന്നുള്ളത്. അല്ലാഹു പറയുന്നു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അഹ്ലു ബൈത്തിന്റെ മഹത്വം ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ അഹ്ലു ബൈത്തിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന ചില വിവരമില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ആ കുടുംബമില്ലെന്നും തങ്ങന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമില്ലെന്നും
അങ്ങനത്തെ ഒരു മഹത്വം അവർക്ക് കൽപ്പിക്കപ്പെടുന്നില്ലെന്നും വാദിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അള്ളാഹു അവരെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടുകളെയും അള്ളാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. ഇത്രയും വലിയ വയനാട്ടിലെ ദുരന്തം വന്നപ്പോ, നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയപ്പോ, 500-ലധികം അഥവാ 1000-ഓളം വരുന്ന വീടുകൾ മണ്ണും വീടും കല്ലുകളും പാറകളും വെള്ളത്തിൽ ഒലിച്ചുപോയപ്പോ, മണ്ണിനടിയിലായപ്പോ, മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം, പല സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറിയപ്പോ, മഹാനായ ഖലീൽ തങ്ങളവറുകൾ നേതൃത്വം കൊടുക്കുന്ന മഅദിനി സഖാഫത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനവും ആ വെള്ളത്തിൽ ഒലിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന സ്വപ്നം കണ്ട ആ വീഡിയോ പുറത്തു വന്നത്, അഥവാ അവരുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. ദുരന്തങ്ങൾ വരുമ്പോ നമ്മളൊക്കെ ദ്വാരക്കുന്ന പടച്ചോനെ, ജാതിമത ഭേദമന്യേ ആർക്കും ഇങ്ങനത്തെ ആപത്തുകൾ വന്നു പോകരുത് എന്ന് ദ്വാ ചെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം വെള്ളത്തിൽ ഒലിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോ അവരുടെ മനസ്സിന്റെ ആ മൃഗീയത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അവരെ തൊട്ട് നമ്മെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. പിന്നെ തങ്ങന്മാരെ പറ്റിയും മഹാന്മാരെ പറ്റിയും നിഷേധിക്കുന്നത് ഔലിയാക്കളെ സംബന്ധിച്ചും ഉറൂസിനെ സംബന്ധിച്ചും മൗലിദിനെ സംബന്ധിച്ചും നിഷേധിക്കുന്നത് വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അഹ്ലു ബൈത്ത് എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അവരെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് പറഞ്ഞത്. ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പുതിയാപ്പള അലിയെ വിളിക്കൂ. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. 2 പേരമക്കളെ, 2 കുഞ്ഞുമക്കളെയും വിളിക്കാൻ പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ 2 പേരെയും വിളിച്ചു. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുത്തി, കുഞ്ഞുമക്കളെയും അടുത്തിരുത്തി. എന്നിട്ടതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെയും തലയിൽ ആ ഷാൾ ഇട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ അഹ്ലു ബൈത്തി, ഇത് എൻ്റെ അഹ്ലു ബൈത്താണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇത്രയും മഹത്വം പറഞ്ഞ ഈ അഹ്ലു ബൈത്ത് അത് ആരാണ് നബി എന്ന് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല അലിയുൻ വ ഫാത്തിമത്തുൻ വ വലദാഹാ. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരെ 2 മക്കളുമാണ്. അത്രയും മഹത്വം കൽപ്പിക്കപ്പെട്ട അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്ത് എന്നുള്ളത് അല്ലാഹു ആദരിച്ചിട്ടുള്ള ബഹുമാനിച്ചിട്ടുള്ള വിഭാഗമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇസ്ലാമിക പ്രവർത്തനം പ്രബോധനം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഈ ദീനിനെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നതിന് പകരം നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഒരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ കുടുംബത്തെ, എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം.
ആദരിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് അഹ്ലു ബൈത്ത് എന്നുള്ളത്. ആ അഹ്ലു ബൈത്തിലെ ഏറ്റവും മഹത്വമേറിയ, ആ അഹ്ലു ബൈത്തിലെ ഏറ്റവും ബഹുമാനമുള്ള ഒരു കുടുംബമാണ് ബുഖാരി കുടുംബം എന്ന് പറയുന്നത്. അത് ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് വന്നിട്ടുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, നമ്മുടെ ഇന്ത്യ രാജ്യം ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. അഹദ മലിക്കുൽ ഹിന്ദി, ഇന്ത്യയുടെ ഒരു രാജാവ് ഒരു ഡബ്ബയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു വലിയ ഹദിയകൾ കൊടുത്തു. ഫിഹാ സഞ്ചബീലുൻ, ആ ഡബ്ബയിൽ ഉണ്ടായിരുന്നത് കുരുമുളകും, നമ്മുടെ നാട്ടിൽ നല്ല മുളക് എന്ന് പറയുന്ന കുരുമുളകും ഇഞ്ചിയും ഇത്തരം കാര്യങ്ങളായിരുന്നു ആ ഡബ്ബയിൽ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഡബ്ബകളുമായി ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തു എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. ആ രാജാവ് അത് ചേരമാൻ പെരുമാൾ ആണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി കിടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ മക്കയിലെ ഖുറൈശികൾ ചന്ദ്രനെ പിളർത്താൻ പറഞ്ഞതും ആ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തതും അൽബദുറു ശുക്ക ബിഅംരിഹി വശംസു ഇദ് ഗറബതു ലഹു റുദ്ദതു ബിഗൈരി തറദ്ദുദി. ആ ചന്ദ്രനെ പിളർത്താൻ പറഞ്ഞപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. കേരളത്തിലെ രാജാവ് അത് കണ്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി അവസാനം ആ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. വരുമ്പോൾ വഴിമധ്യേ വഫാത്തായ സംഭവം സലാലയിൽ മറപ്പെട്ട് കിടക്കുന്നത് നമുക്കറിയാം. ആ ചരിത്രത്തിൽ ഞാൻ ചരിത്രം വിശദീകരിക്കുകയില്ല. അങ്ങനെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്ത് മഹാന്മാരായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിൽ, നമ്മുടെ കേരളത്തിലും കർണാടകയിലുമായി 11ഓളം പള്ളികൾ നിർമ്മിച്ചു. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന, അഥവാ ഈ മലബാറിലേക്ക്, നമ്മുടെ കർണാടക ഈ ദക്ഷിണങ്ങൾ ഉൾക്കൊള്ളുന്ന മലബാറിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന വലിയ കുടുംബങ്ങളാണ് അഹ്ലു ബൈത്തിന്റെ സാദാത്തുക്കളുടെ കുടുംബം. ആ സാദാത്തുക്കളുടെ കുടുംബത്തിൽ ഏറ്റവും മഹത്വമുള്ള, ആദ്യം കേരളത്തിലേക്ക് കടന്നു വന്ന സാദാത്ത് കുടുംബമാണ് ബുഖാരി സാദാത്ത് കുടുംബം എന്നുള്ളത്. ആ ബുഖാരി സാദാത്ത് കുടുംബം ഹിജ്റ 800-ലാണ് കേരളത്തിലേക്ക് സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ബുഖാരി കുടുംബം, അതിന്റെ ഏറ്റവും ആദ്യത്തെ കണ്ണി കേരളത്തിലേക്ക് വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു വളപട്ടണത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ആദ്യമായി കേരളത്തിലേക്ക് സാദാത്തുക്കളുടെ ഒരു കണ്ണി ഇസ്ലാമിക പ്രബോധനത്തിന് കടന്നു വരുന്നത്. ആ ബുഖാരി കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പ്രിയപ്പെട്ട പുത്രൻ ബഹുമാനപ്പെട്ട നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഖുർറത്തുസ് സാദാത്ത് മഹാനായ സയ്യിദ് ഫദ്ൽ ഖായിമ തങ്ങളവറുകൾ അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളും ആ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ബുഖാരി കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ വലിയ മഹത്വമുണ്ട്. കേരളത്തിൽ SYSന്റെ 50-ാം വാർഷികം നടക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഈ കേരളത്തിലെ നമ്മുടെ SYSന്റെ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാഹ് മഹാനവറുകൾ കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷക്കണക്കിന് വരുന്ന സുന്നി പ്രവർത്തകരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും യൂട്യൂബിൽ അത് കാണാൻ സാധിക്കും. ആരെ സംബന്ധിച്ചിട്ടാ പറഞ്ഞത്? മഹാനായ താജുൽ ഉലമയെ സംബന്ധിച്ചാണ്. അജബൻ, അത്ഭുതമാണ്. മലയാളികളായ അഥവാ മലബാറുകാരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ നേതാവ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളാണ്. ബുഖാരി എന്ന് പറഞ്ഞാൽ ബുഖാറയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ആളാണ്. ആ ബുഖാറ എന്ന് പറയുന്ന എത്രയോ വിദൂരത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ എന്റെ പിതാവിന്റെ അടുത്ത് നിന്ന്
പരിശുദ്ധമായ മക്കയിൽ വെച്ച് സ്വഹീഹുൽ ബുഖാരി ഓതി പഠിച്ചയാളാണ്. താജുൽ ഉലമയുടെ മഹത്വം ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, പറയുകയാണ്. അപ്പോൾ ബുഖാറയെ സംബന്ധിച്ച്, അവർ ബുഖാരി സാദാത്തുക്കളെ സംബന്ധിച്ച് ആ മക്കയിലെയും മദീനയിലും പണ്ഡിതന്മാർ വലിയ അത്ഭുതം പറഞ്ഞിട്ടുണ്ട്. ആ കണ്ണിയിൽപ്പെട്ട ഏറ്റവും വലിയ കണ്ണിയാണ്, മഹത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തുസ് സാദാത്ത് സയ്യിദ് ഫദൽ മഖൂഖ് ഫദൽ കോയമ്മ തങ്ങൾ. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനേ. ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. 3 പ്രാവശ്യം പറഞ്ഞു. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. എൻ്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്ന സമയത്ത് എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ നോക്കണേ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണേ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, ആ കുടുംബത്തെ നിങ്ങൾ പരിഗണിക്കണമെന്ന്, നോക്കണമെന്നും ബഹുമാനിക്കണമെന്നും അല്ലാഹുവിൻ്റെ ഹബീബ് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്, ആ തങ്ങളെ കണ്ടെത്തേണ്ടത്, തങ്ങളെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഫീ അഹ്ലി ബൈതിഹി, തങ്ങളെ അഹ്ലു ബൈത്തിലാണ്, ആ കുടുംബത്തിലാണ്. കുടുംബത്തെ ബഹുമാനിച്ചിട്ടാണ് നിങ്ങൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തം, ആ മഹത്വം നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ നിങ്ങൾ ബഹുമാനിക്കുക, അഹ്ലു ബൈത്തിനെ നിങ്ങൾ ആദരിക്കുക. ആ അഹ്ലു ബൈത്തിന് അല്ലാഹു തആല ഒരുപാട് മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നത്, ആ തങ്ങളുടെ പേരിൽ മാത്രമല്ല, മറിച്ച് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലണം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അവിടുത്തെ ആലിന്റെ പേരിലും, ആൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അഹ്ലു ബൈത്തിൽപ്പെട്ടു, ആ ആലിന്റെ മേലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ മുഅ്മിനീങ്ങളായ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മാത്രമല്ല അവിടുത്തെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. ഈ മഹാന്മാരായ സാദാത്തുക്കൾ എന്ന് പറയുന്നത് അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അല്ലാഹുവിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടെ താലിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും അഹ്ലു ബൈത്തിന്റെ പേരിലും സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ നിങ്ങൾ നോക്ക്, അത്രയും മഹത്വം അല്ലാഹു തആല ഈ മഹാന്മാരായ അഹ്ലു ബൈത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം നിങ്ങൾ നോക്ക്, മഹാന്മാരായ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിന് സക്കാത്ത് ഒരിക്കലും തന്നെ അവർ സ്വീകരിക്കുകയില്ല. എന്താ കാരണം? നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾക്ക്, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഹാദിഹി സ്വദഖാത്ത് ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്. ഈ സക്കാത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ സമ്പത്തിന്റെ വേസ്റ്റുകളാണ്. ആ വേസ്റ്റ് വഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ. ആ ജനങ്ങളുടെ സമ്പത്തിന്റെ വേസ്റ്റുകൾ ഒരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അവിടുത്തെ കുടുംബത്തിനോ പറ്റിയതല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ സമ്പത്തിന്റെ വേസ്റ്റുകളാണ്.
സക്കാത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ, ആ വാക്കിന്റെ അറബി പദത്തിന്റെ അർത്ഥം തന്നെ സംസ്കരണം എന്നാണ്, സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കുകയാണ്. ആ സമ്പത്തിനെ സംസ്കരിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ആ വേസ്റ്റ് ഒരിക്കലും തന്നെ ഷറഫുള്ള ബഹുമാനമുള്ള തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. അത്രയും ബഹുമാനം മഹത്തുക്കളായ സാദാത്തുക്കൾക്ക് അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹത്തുക്കളായ സാദാത്തുക്കള് അവരുടെ കുടുംബം, ആ തറവാട് അത് ചില്ലറ തറവാടൊന്നുമല്ല, വലിയ മഹത്വമുള്ള തറവാടാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ ഉൽദി ഇസ്മായിൽ. കിനാനത്ത് കുടുംബത്തെ അല്ലാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് തിരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാനത, ഖുറൈശി കുടുംബത്തെ അല്ലാഹു കിനാനത്ത് ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശി ബനി ഹാഷിം, ഖുറൈശി കുടുംബത്തിൽ നിന്ന് ബനു ഹാഷിമിനെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, എന്നെ അല്ലാഹു ബനു ഹാഷിമിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഏറ്റവും നല്ല കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ടവരാണ് മഹാന്മാരായ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽപ്പെട്ടവരാണ് മഹാന്മാരായ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ തങ്ങന്മാരുടെ മഹത്വം അത് വലിയ പവർ ഉള്ളതാണ്, വലിയ മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമല്ല, അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ, നിങ്ങൾ ലോകത്തിൽ മറ്റു സ്ത്രീകളെ പോലെയൊന്നുമല്ല, നിങ്ങൾ ബഹുമാനമുള്ളവരാണ്. കാരണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല എന്ന് ഖുർആൻ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അവർ എല്ലാ നിലക്കും ഷറഫുള്ളവരാണ്, ബഹുമാനമുള്ളവരാണ്, മഹത്വമുള്ളവരാണ്. ആ മഹത്വമുള്ള അഹ്ലു ബൈത്ത് അവരെ എല്ലാ നിലക്കും ആദരിക്കപ്പെടേണ്ടവരാണ്. ആ അഹ്ലു ബൈത്തിലെ ബുഖാരി സാദാത്തുക്കളിൽപ്പെട്ട ഏറ്റവും വലിയ കണ്ണിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങൾ. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങൾ അവர்கள் നമുക്ക് കാണുമ്പോൾ നിങ്ങൾ നോക്ക്, ഖുറത്ത് തങ്ങളിൽ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട്. ഏറ്റവും മഹത്വം, ഞാനൊരു ദിവസം ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുന മുഹൈസുന്ന പൊന്മൾ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ ആ മഹാനായ ശൈഖുന മുഹൈസുന്ന ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് ഒരു ദിവസം ഉള്ളാളത്തേക്ക് ഉറൂസിന്റെ വഅലിന് വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് മുതഅല്ലിമുകളായ ഞാനും ആ കൂട്ടത്തിൽ ഉസ്താദിന്റെ കൂടെ വന്നിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവர்கள் ഉള്ളാളത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ റൂമിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു. താജുൽ ഉലമക്ക് വലിയ സന്തോഷമായി. കാരണം സമയത്തിന് മുമ്പേ എത്തിയപ്പോൾ, സമയത്തിന് നേരത്തെ മുമ്പ് തന്നെ എത്തിയപ്പോൾ താജുൽ ഉലമക്ക് വലിയ സന്തോഷമായി. അപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, ആ നേരത്തെ വളരെ ദൂരത്തു നിന്നാണെങ്കിലും നേരത്തെ എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താജുൽ ഉലമ സന്തോഷം പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ മകനുണ്ട് കോയമ്മ, ആ കൂറത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ഇരിക്കാനും നിൽക്കാനും പെടുന്നില്ല. എത്ര ആളുകളാ അവിടെ കൂടിയത്. എന്നിട്ട് ഞാന് ആ കോയമ്മനോട് അല്പം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം മാറി നിന്നു. എന്നിങ്ങനെ മകന്റെ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങളവരുടെ മഹത്വം
ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ ഉസ്താദ് പറഞ്ഞല്ലോ, കാലഘട്ടത്തിന്റെ കുത്തുബ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദർസ് നടത്തിയിട്ട് കുത്തുബായി എന്ന് പറഞ്ഞാൽ താജുൽ ഉലമയിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അവിടത്തിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ശരിയ അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാം, വളരെയേറെ വിനയാൻവിതനായ, പാണ്ഡിത്യത്തിന്റെ നിറകുടമായ, എത്രയോ വലിയ വലിയ ഉസ്താദുമാരുടെ ഉസ്താദായ മഹാനായ താജുൽ ശരിയ ഉസ്താദ് ഒരു ദിവസം ഒരു ഉറൂസിന്റെ പരിപാടിയിൽ മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ വെച്ച് ഞാൻ അന്ന് വേദിയിലുണ്ടായിരുന്നു. അന്ന് താജുൽ ഉലമ വന്നിട്ട് താജുൽ ഉലമ അല്പം സംസാരിച്ച് ദുആ ചെയ്തു പോയതിന് ശേഷം ബഹുമാനപ്പെട്ട താജുൽ ശരിയ ഉസ്താദ് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഒരു കുതുബിനെ അല്ലാഹു നിയമിക്കും. ആ കുതുബ് ഒരു സയ്യിദായിരിക്കും, ഒരു ആലിമായിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന അങ്ങനത്തെ ഒരു ശൈഖുണ്ടെങ്കിൽ അത് മഹാനായ താജുൽ ഉലമയാണെന്ന് പറയുന്നത് ആരാണ്? ഞാനും നിങ്ങളുമല്ല, മഹാനായ താജുൽ ശരിയ ശൈഖുന അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ആലിമീങ്ങൾക്കല്ലേ ആലിമീങ്ങളെ സംബന്ധിച്ച് അറിയുകയുള്ളൂ. ശൈഖുനയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് അത്രയും പദവിയിലുള്ള, അത്രയും മഹത്വമുള്ള താജുൽ ഉലമയാണ് സ്വന്തം മകനായ ഫദൽ കോയമ്മ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, മകന്റെ മഹത്വം പറയുന്നത്. മാത്രമല്ല, താജുൽ ഉലമ നമ്മുടെ നേതൃത്വമാണ്. ആ താജുൽ ഉലമയുടെ കാലഘട്ടത്ത് അതിനേക്കാൾ മേലെ മറ്റൊരു പണ്ഡിതനെ നമ്മൾ കണ്ടിട്ടില്ല, മറ്റൊരു സയ്യിദിനെ കണ്ടിട്ടില്ല. ആര് വന്നാലും, ഏത് ആലിമായാലും, ഏത് സയ്യിദായാലും, ഏത് പണക്കാരനായാലും, ഏത് അധികാരിയായാലും, ഏത് ഭരണാധികാരിയായാലും താജുൽ ഉലമയുടെ ചോട മാത്രമേ നിന്നിട്ടുള്ളൂ. അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് ചോദ്യം ചെയ്യാൻ, താജുൽ ഉലമയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ, താജുൽ ഉലമയോട് മുഖം കറുപ്പിക്കാൻ, താജുൽ ഉലമയോട് എന്തേ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ അന്നൊരാളെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല, ഒരു പണ്ഡിതനെ കണ്ടിട്ടില്ല, ഒരു സയ്യിദിനെ കണ്ടിട്ടില്ല. ഉസ്താദുമാര് പോലും, മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പോലും, കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവരുടെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ, ആ ഉസ്താദുമാര് പോലും ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി താജുൽ ഉലമയെ കണ്ടെത്തിയിരുന്നു. അവര് ശിഷ്യനെ വലിയ നിലക്ക് ആദരിച്ചിരുന്നു. ആ നിലക്ക് ഉസ്താദുമാരാൽ ആദരിക്കപ്പെട്ട മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ വഫാത്തിന് മുമ്പ് പറഞ്ഞതെന്താണ്? എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ഞാൻ, എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ എൻ്റെ മകൻ കോയമ്മ തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അംഗീകാരം നമുക്ക് വേറെ എന്താണ് വേണ്ടത്? ആ താജുൽ ഉലമ ഏൽപ്പിച്ച ഒരാളെന്ന് പറയുമ്പോ അതിനേക്കാൾ വലിയ അംഗീകാരം നമുക്ക് വേറെ എന്താ വേണ്ടത്? അതുകൊണ്ട് മോമിനീങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ നേതൃത്വമാണ് മഹാനായ സയ്യിദ് ഖുറത്തുസ് സാദാത്ത് കൂറത്ത് തങ്ങൾ. അല്ലാഹുവേ, അവിടുത്തെ ദർജ നീ ഉയർത്തണം റഹ്മാനേ. 64 വയസ്സായിരുന്നു. നമുക്ക് ചിലപ്പോ മഹാന്മാരിലേക്ക് നോക്കുമ്പോ, താജുൽ ഉലമയിലേക്ക് നോക്കുമ്പോ, താജുൽ ശരിയ ഉസ്താദിലേക്ക് നോക്കുമ്പോ, എം.എ. ഉസ്താദിലേക്ക് നോക്കുമ്പോ ചെറിയ പ്രായമാണെന്ന് തോന്നും. 64 പെട്ടെന്ന് പോയത് നമുക്ക് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഒരു നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. റബ്ബേ, സ്വർഗത്തിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സഹോദരന്മാരെ, ആ മഹാനായ ഖുറ തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം ബാപ്പയുടെ പൂർണ്ണമായ പൊരുത്തം, ആ ബാപ്പ ഏൽപ്പിച്ചിട്ടുള്ള നേതൃത്വമാണ്. അതുപോലെ തന്നെ മഹാനായ ഖുറത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അഥവാ അവിടുന്ന് ഇൽമു പഠിച്ചോ, അതേ ഉള്ളാടത്തിന് ബിരുദം വാങ്ങി, മദനി ബിരുദം വാങ്ങി, ഇൽമു പഠിച്ച് വലിയ ആലിമായി. എന്നിട്ടതാ
മഹാനായ കൂറത്തു തങ്ങളവറുകൾ ഉമ്മക്ക് വേണ്ടി ഒരുപാട് കാലം ഖിദ്മത്തെടുത്തു. അവിടുത്തെ നാവിന്റെ പവറിൽപ്പെട്ട ഒന്നാണത്. അവിടുത്തെ ഊത്തിന് കിട്ടിയ പവറാണത്. അവിടുത്തെ ആ പൊരുത്തം കിട്ടിയതാണ് ഉമ്മയുടെ പൊരുത്തമാണ്. താജുല്ലുലമയുടെ ഭാര്യ അഥവാ കൂറത്തങ്ങളുടെ ഉമ്മ, ആ ഉമ്മക്ക് വേണ്ടി ഒരുപാട് കാലം ഖിദ്മത്തെടുത്തതിന്റെ ഗുണമാണെന്ന് കുടുംബക്കാരും സയ്യിദന്മാരും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മക്ക് ഖിദ്മത്തെടുക്കണം എന്ന് മഹാനായ കൂറത്ത് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മഹാനായ കൂറത്ത് തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ വളരെ നിഷ്കളങ്കമായ സലീമുൽ ഖൽബാണ്. അവിടുത്തെ മനസ്സ് എന്തൊരു മനസ്സാണ്! ആ മനസ്സിൽ ഒരാളോട് വിദ്വേഷമില്ല, ആ മനസ്സിൽ ഒരാളോട് അസൂയയില്ല, ആ മനസ്സിൽ ഒരാളോട് വെറുപ്പില്ല, ആ മനസ്സിൽ ഒരാളോട് ചതിയില്ല, ഒന്നുമില്ലാത്ത ക്ലിയറായ മനസ്സാണ്. സൂഫിയാക്കളുടെ മഹത്വം പറയുമ്പോൾ, സൂഫിയാക്കളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയപ്പെടുന്ന അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒന്നാണ് സലീമുൽ ഖൽബ്. ആ സലീമുൽ ഖൽബ്, വളരെ നിഷ്കളങ്കമായ മനസ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. മഹാനായ കൂറത്ത് തങ്ങൾ അവർ ഒരു വേദിയിലേക്ക് വന്നാൽ അവിടെ ആളെത്രയുണ്ട്, ആള് കുറയുണ്ടോ, ആള് കുറവുണ്ടോ, എനിക്ക് സ്വാഗതം പറഞ്ഞോ, അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചോ, ഞാൻ വരുമ്പോ എഴുന്നേറ്റ് നിന്നോ, ഇല്ലേ എന്റെ കൈപിടിച്ചോ, കൈമുത്തിയോ, ഒന്നും തങ്ങളിലേക്ക് തങ്ങൾക്കൊരു നോട്ടോ ഇല്ല. ആളുണ്ടോ ഇല്ലേ, പരിപാടി തുടങ്ങിയോ ഇല്ലേ, അതൊന്നും തങ്ങൾക്ക് വിഷയമില്ല. പരിപാടിക്ക് ക്ഷണിച്ച തങ്ങൾ പരിപാടിക്കെത്തും, വന്ന് സ്റ്റേജിൽ ഇരിക്കും, അൽ ഫാത്തിഹ, ഫാത്തിഹ വിളിച്ച് അവിടുന്ന് ദുആ തുടങ്ങും, നസീഹത്ത് തുടങ്ങും. എന്തേ ഇവിടെ ആളൊന്നും ഇല്ലല്ലോ, ഇത്ര കുറച്ചാളെന്തേ? മഹാനായ തങ്ങൾക്ക് ആ നോട്ടമില്ല. തങ്ങൾക്ക് സ്വാഗതം പറഞ്ഞോ ഇല്ലേ, ആ ചിന്തയില്ല, അങ്ങനത്തെ ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു വിഷയമേ മഹാനായ കൂറത്ത് തങ്ങളുടെ ജീവിതത്തിലില്ല. ആളുകൾ ബഹുമാനിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ കൂട്ടാക്കുകയോ കൂട്ടാക്കാതിരിക്കുകയോ, ഭക്ഷണമുണ്ടോ ഇല്ലേ, ഇനി വേറെന്തെങ്കിലും തങ്ങൾ കൊടുക്കുന്ന ഹദിയ കൊടുത്തോ ഇല്ലേ, ഒന്നും തങ്ങളുടെ വിഷയത്തിൽ അവിടത്തേക്ക് ഒരു ഇൽത്തിഫാത്തും ഒരു നോട്ടവും മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഒരു മഹത്വമുള്ളൊരു വ്യക്തിയായിരുന്നു മഹാനായ സയ്യിദ് കൂറത്തങ്ങൾ അവറുകൾ. ഇത് മഹാന്മാരുടെ മനസ്സാണ്, ഖൽബാണ്. അവർ വേറൊന്നും ചിന്തിക്കൂല, അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ. ലാ തതുലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തതുലുബു ഇൻദ നാസിം മൻസില. നീ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ? നിന്നെ കാണുമ്പോൾ ആളുകളെ ബഹുമാനിക്കണം, നിന്നെ കാണുമ്പോൾ ജനങ്ങളെ എഴുന്നേറ്റ് നിൽക്കണം, നിന്നെ കാണുമ്പോൾ ആളുകളെ കൈപിടിച്ച് മുത്തണം, നിന്നെ ബഹുമാനിക്കണമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ റബ്ബിന്റെ അടുക്കൽ ഒരു സ്ഥാനം വേണമെന്ന് പ്രതീക്ഷിക്കണ്ട. ലാ തതുലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തതുലുബു ഇൻദ നാസിം മൻസില. ജനങ്ങളുടെ ഇടയിൽ അധികാരവും ബഹുമാനവും സ്നേഹവും അവർ നിന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നീ സ്ഥാനം ആഗ്രഹിക്കണ്ട. ഈ കാര്യം ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി കാണിച്ചു തന്ന നേതൃത്വമാണ് മഹാനായ ഖുർറത്തു സാദാത്ത്, മഹാനായ കൂറത്ത് തങ്ങളവറുകൾ. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, ആ സലീമായ ഖൽബ്, അവിടുത്തെ ഹൃദയം അത്രയും നല്ല ഹൃദയമാണ്, അത്രയും നല്ല മനസ്സാണ്. ആളുകൾ ബഹുമാനിക്കോന്നൊന്നും വിഷയമല്ല. ഇനി എത്ര കുറച്ചാളുണ്ടെങ്കിലും, എത്രയോ മഹലിന്റെ ഖാദിയായിരുന്നും
ആ ഖാദിയായ മഹല്ല് അത് കന്യാണ പോലത്തെ ഏറ്റവും വലിയ മഹല്ലായാലും എന്റെ നാട് പോലത്തെ ചെറിയ 10, 50, 60, 80 പേരുള്ള വീടായാലും 20 പേരുള്ള ഒരു മഹല്ലായാലും തങ്ങൾക്ക് വിവേചനമില്ല. ജനറൽ ബോഡിക്ക് വരണോന്ന് തങ്ങളെ വിളിച്ചാ തങ്ങൾ വരും. വന്നിട്ട് ഇരുന്നാൽ ആർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട്, ഏത് പ്രസിഡന്റിന് പറയാനുണ്ടോ, സെക്രട്ടറിക്ക് പറയാനുണ്ടോ, ഖജാൻജിക്ക് പറയാനുണ്ടോ, കമ്മിറ്റിയിലുള്ളവനോ കമ്മിറ്റിയിൽ ഇല്ലാത്തവനോ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനോ പറയുന്നത് മുഴുവനും പറയട്ടെ. എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. ആ കൂറത്ത് തങ്ങളുടെ വിശാലമായ മനസ്സാണത്. അത് മുഴുവനും കേൾക്കും. അതെല്ലാം കേട്ടിട്ട് എന്നിട്ട് അവിടെ നിന്നൊരു അന്തിമ തീരുമാനം പറഞ്ഞിട്ട് ആ മഹല്ലത്തിന് വലിയ നേതൃത്വം കൊടുത്ത്, അത് എത്ര ചെറിയ മഹല്ലായാലും അത് തീരാതെ പിന്നത്തെ പരിപാടിക്ക് പോവൂല, അത് തീരാതെ അടുത്ത പരിപാടിക്ക് പോവൂല. ഈ നിലക്ക് അത് 20 വീടുള്ളതാണെങ്കിലും ശരി, ഒരു ചെറിയ ഷീറ്റിട്ട മദ്രസയാണെങ്കിലും ശരി, എൻ്റെ ആവശ്യമുണ്ടോ, എൻ്റെ നേതൃത്വം അവിടെ ആവശ്യമുണ്ടോ, അവിടെ ആളുണ്ടോ ഇല്ലേ, ചെറുതോ വലുതോ ഒന്നും നോക്കാതെ ലില്ലാ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ തങ്ങളവരുടെ ജീവിതം അവിടെ നിന്ന് മാറ്റിവെച്ചു. എത്ര അനുഭവ കഥകളാണുള്ളത്, എത്ര അനുഭവ കഥകളാണുള്ളത്. അവിടെ നിന്ന് ആരെന്ത് പറഞ്ഞാലും അവിടത്തേക്ക് വിഷയമല്ല. അവിടുന്ന് ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നല്ലത് പറഞ്ഞവനെ കൂടുതൽ ബഹുമാനിക്കുക അത് തങ്ങൾക്കില്ല. ചീത്ത പറഞ്ഞവനോട് വെറുപ്പ് കാണിക്കുക അതും തങ്ങൾക്കില്ല. ആര് കുറെ തങ്ങളെ മധു പറഞ്ഞാൽ അവനെ പിടിച്ചിട്ട് ബഹുമാനിക്കാനും അവനെ ആദരിക്കാനും അതും തങ്ങളവർകൾക്കില്ല. ചീത്ത പറഞ്ഞവനെ തിരസ്കരിക്കാനും അവിടത്തേക്കില്ല. എല്ലാം അവർക്ക് സമമാണ്. ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലൈമിൻ ഫീദിൽ ഉലാ. മദ്ഹ് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും മോശം പറഞ്ഞാലും സവാ, എല്ലാം ഒരുപോലെയാണ്. തങ്ങൾക്കൊരു വിഷയമേ അല്ല. കുറേ ബഹുമാനം പറയുന്നവനെ കൂടുതൽ ആദരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സാദാത്തങ്ങളും ഞാൻ ഒരു കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളവറുകൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും എയർപോർട്ടിലേക്ക് കാറ് കൊണ്ടുവരികയും റൂം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഹദിയകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു പണക്കാരൻ. അങ്ങനെ അയാളെ സംബന്ധിച്ച് കൂറത്തങ്ങളടുത്തേക്ക് ഒരു പരാതി വന്നു. കുടുംബത്തിൽ നിന്ന് സ്വത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തങ്ങൾ അടുത്ത ആളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തങ്ങൾ ഈ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞു. തങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞു അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ടെന്ന് തങ്ങൾക്ക് മനസ്സിലായി. തങ്ങൾ പിന്നെ ഇയാൾ എന്നെ ബഹുമാനിക്കുന്ന ആള്, എനിക്ക് കാർ കൊണ്ടിരുന്ന ആള്, എനിക്ക് ഭക്ഷണം ഇരുന്ന ആള്, ആ നോട്ടം തങ്ങൾക്കില്ലല്ലോ. ജനങ്ങളെ നോക്കി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആള് തങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ കൊടുക്കേണ്ടത് മുഴുവനും കൊടുക്കണം, നീ ആഖിറത്തെ പേടിക്കണം, നിനക്ക് മരിക്കണ്ടേ, അതല്ലേ. തങ്ങൾ പിന്നെ അവിടുന്ന് പറഞ്ഞാൽ പിന്നെ കുറെ അങ്ങനെ പറയും. അങ്ങനെല്ലാം പറഞ്ഞു. അങ്ങനെ അയാൾ വേറൊരാളോട് പറഞ്ഞത്രേ, ഞാൻ ഇത്രയെല്ലാം തങ്ങൾക്ക് ഞാൻ ഗുണം ചെയ്തിട്ടും തങ്ങൾ അതിന് ഒരു പരിഗണന പോലും എനിക്ക് വെച്ചില്ലല്ലോ. ഇത് മഹാനായ തങ്ങളവറുകൾക്ക് അറിഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞത്രേ, അയാൾ എന്നെ എത്ര പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്, എത്ര ചോറ് തന്നിനി, എത്ര റൂം തന്നിനി, അതിൻ്റെ മുഴുവനും കണക്ക് ബില്ല് വാങ്ങാൻ പറയും. ഞാൻ ആ പൈസ മുഴുവനും കൊടുക്കാം. ഞാൻ അയാൾക്ക് വേണ്ടിയല്ല, ഞാൻ ദുനിയാവിന് വേണ്ടിയല്ല അയാൾ എന്നെ സ്നേഹിക്കുന്നത് ഞാനൊരു തങ്ങളാണെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബാണെന്ന് നിലക്കാണോ എങ്കിൽ അയാൾക്ക് കൂലിയിട്ടും, അല്ലാതെ ദുനിയാവിൽ അയാൾക്കൊത്തിട്ട് എന്തെങ്കിലും പറയാൻ എന്നെ കിട്ടൂല. ഇതാണ് മഹാനായ കൂറത്ത് തങ്ങളവറുകൾ. ആ നിലപാട്, ഉറച്ച നിലപാട്, അത് വല്ലാത്തൊരു നിലപാടാണ്. അത് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു നിലപാട്, ഹക്കിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മഹാൻ ബഹുമാനപ്പെട്ട സയ്യിദ് കൂറത്തങ്ങളവറുകളാണ്. അപ്പൊ അവിടെ നിന്ന് ചീത്ത പറഞ്ഞാലും ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും രണ്ടും കണക്കാണ്. ലം യഖ്ശ ലൗമത ലൈമിൻ ഫീദിൽ ഉലാ,
പടച്ചവന്റെ കാര്യത്തിൽ ആക്ഷേപിക്കുന്നവനെ മുഴുവനും ഭയപ്പെട്ടില്ല, അതിനെ കൂട്ടാക്കിയില്ല, അതിനെ പരിഗണിച്ചില്ല, അതിനൊരു ചെവി കൊടുത്തേയില്ല. പറയുന്നവര് പറയട്ടെ, തങ്ങളെ പ്രസംഗമൊന്ന് കേട്ടാ മതി, ആ ദുആയൊന്ന് കേട്ടാ മതി. അവിടുത്തെ ദുആയും പ്രസംഗവും ഉപദേശവും എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം അതിലുണ്ട്. ആ തങ്ങളെ ഉപദേശം മാത്രം കേട്ടാ മതി. കണ്ണും ചിമ്പിറ്റ് ഒറ്റ പറച്ചിലാണ്. അവിടെ ആരുണ്ടോ? പണക്കാരനുണ്ടോ? പാവപ്പെട്ടവനുണ്ടോ? അവിടെ മുതലാളിയുണ്ടോ? തൊഴിലാളിയുണ്ടോ? രാജാവുണ്ടോ? പ്രജയുണ്ടോ? അവിടെ ഭരണാധികാരിയുണ്ടോ? അവിടെ MLA ഉണ്ടോ? MP ഉണ്ടോ? രാഷ്ട്രീയക്കാരനുണ്ടോ? അവിടെ മൊയിലാറുണ്ടോ? തങ്ങളുണ്ടോ? ഖാദിയുണ്ടോ? പ്രശ്നമല്ല. എല്ലാരെയും തങ്ങൾ ഖാദിനെയും പറയും, മൊയിലാരെയും പറയും, ബിരുദമുള്ളവരെയും ബിരുദമില്ലാത്തവരെയും. ഇതാണ് മഹാനായ കൂറത്തെ തങ്ങളുടെ പ്രത്യേകത. ഒരാളെയും മുഖം നോക്കി പറയുന്ന വിഷയമില്ല. ആ നിലക്ക് റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ് മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളവറുകൾ. എന്തിനാണ് ഈ മഹത്വം പറയുന്നത്? മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത് എന്തിനാണ്? നമ്മൾ അവിടുത്തെ ജീവിതത്തിന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നമ്മളും ഇത് പഠിക്കണം. മറ്റുള്ളവന്റെ പൈസ കണ്ട്, അവന്റെ സ്ഥാനം കണ്ട്, മറ്റുള്ളവന്റെ ദുനിയാവിന്റെ എന്തെങ്കിലും കൊതിച്ചിട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഈ മഹാന്മാര് പഠിപ്പിച്ച അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. റബ്ബിനെ മാത്രം അവന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ജീവിക്കണം. അതിനാണ് മഹാന്മാരുടെ ചരിത്രം പറയുന്നത് കേട്ടോ. ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആനിൽ എന്തിനാണ് ചരിത്രം പറയുന്നത്? വയനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി, ഉരുൾപൊട്ടി, അവിടെ എത്രയോ വീടുകൾ ഒലിച്ചുപോയി. ഇത് പറയുമ്പോ നമ്മളെ മുൻഗാമികളെ ചരിത്രം പറയുന്നു. നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രങ്ങൾ പറയുന്നത് എന്തിനാണ്? മുഅ്മിനീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, നന്നാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വഭാവമാണ് സലീമുൽ ഖൽബ്, നല്ല ഹൃദയമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിന്റെ സമ്പത്തോ നിന്റെ മക്കളോ നിനക്ക് നാളെ പരലോകത്ത് ഉപകാരത്തിന് കിട്ടൂല. നിന്റെ സമ്പത്ത് ഉപകാരത്തിനുണ്ടാവൂല, മുതൽ ഉപകാരത്തിനുണ്ടാവൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല നിഷ്കളങ്കമായ ഹൃദയം. അല്ലാഹ് അല്ലാഹ് എന്ന ചിന്ത മാത്രം മനസ്സിലുള്ള, റബ്ബിനെ പേടിച്ചുകൊണ്ട്, അവനെ പേടിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഹൃദയം ആർക്കുണ്ടോ ആ ഹൃദയമുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ. സഹോദരന്മാരെ, ഇതാണ് മഹാനായ തങ്ങളവറുകളുടെ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, മഹാന്മാരുടെ ലക്ഷണം പറയുന്ന കൂട്ടത്തിൽ എത്രയോ മഹാന്മാരെ കുറിച്ച് മഹത്തുക്കളെ വിശദീകരിക്കും. പറയുന്ന ഒന്നാമത്തെ അവരുടെ പ്രത്യേകത ഇഖ്ലാസുൽ അമലി ലില്ലാഹി വഹദഹ, അല്ലാഹുവിന് വേണ്ടി മാത്രം അവർ അമല് ചെയ്യുന്നു. ജനങ്ങളെ കാണാനല്ല, ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടല്ല, മനസ്സ് തുറന്നിട്ടുള്ള ആ ഖൽബ് റബ്ബിലേക്ക് തിരിച്ചിട്ടുള്ള ഇഖ്ലാസാണ്. വേറെ ഒരു ചിന്തയില്ല, വേറെ ഒരു കാര്യമില്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അല്ലാഹു തന്നതിൽ അങ്ങ് തൃപ്തിപ്പെടുകയാണ്. റബ്ബ് തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായി, വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. റബ്ബേ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനേ. എത്രയോ ആളുകളെ വീടും കുടുംബവും നഷ്ടപ്പെട്ട് കഴിയുകയാണ്. അവർക്കതിനേക്കാൾ ഹൈറായത് നീ നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഇതെല്ലാം റബ്ബിന്റെ ഭാഗത്ത് നിന്നാണെന്നുള്ള വിശ്വാസം വേണം. ഇപ്പൊ കുറെ ആളുകൾ വന്നിട്ട്
എന്തേ നിങ്ങളെ റബ്ബ് രക്ഷിക്കാത്തത്? നിങ്ങളെ പടച്ചവൻ എന്തേ ഇല്ലാത്തത്? ഇവിടെ ഉരുൾപൊട്ടുമ്പോ പടച്ചവനെ കണ്ടില്ലല്ലോ രക്ഷിക്കാൻ. അപ്പൊ ചില പുത്തൻവാദികൾ വന്നിട്ട് എന്തേ ഉരുൾപൊട്ടിയപ്പോ നിങ്ങളെ ഔലിയാക്കളെ പോയി കറാമത്ത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ വിചാരം എന്താണ്? അള്ളാഹു ഇവിടെ ഞങ്ങളോട്, മനുഷ്യന്മാരോട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ദുനിയാവിൽ ചെയ്തോളി, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്ന് ആ ഇടയിൽ കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്. ആ വോളണ്ടിയർമാർ അതൊന്നും ഫില്ലാക്കി. ഫ്രണ്ടിൽ കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്. എല്ലാ ബാക്കിൽ കുറേ ആൾ നിൽക്കുന്നുണ്ട്. ഉള്ളിൽ ഇങ്ങോട്ട് വരും. നമ്മുടെ മജ്‌ലിസ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ കസേല, അതിൽ കയറിയിരിക്കുക. മുന്നിൽ കുറേ കസലുണ്ട്, നിങ്ങളെ എതിരിൽ കസലുണ്ട്, അതിൽ കയറിയിട്ടിരിക്കുന്നു. എല്ലാവരും കസല് ഫില്ലാക്കി. അതാ ഈ ഭാഗത്തുണ്ട്. ബാക്കിൽ കുറെ ആളുകൾ നിൽക്കാൻ സൗകര്യം വേണം. എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരും വരി. നിങ്ങൾ ബാക്കിലുള്ളവർ വിളിക്കുന്നത് കുറച്ച് എതിർക്ക് വന്നിട്ട് നമ്മുടെ മജ്‌ലിസ് നല്ല ഭംഗിയാക്കി തരിക. ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട വന്നരായ സയ്യിദ് ഖുറാ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകും. ഇവിടെ തങ്ങളുടെ പേരിൽ നേരത്തെ ദിക്ർ ചൊല്ലിയിട്ട് അല്പം ദിക്ർ ഇനിയും ഇവിടെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യും. എല്ലാവർക്കും തബറുക്കുണ്ട് ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നൽകും. എല്ലാവരും ഉള്ളിലേക്ക് വന്നിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് അതൊന്ന് കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, അപ്പോൾ മഹാന്മാർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിതം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, മഹത്തുക്കളുടെ ബഹുമാനം പറയുന്നത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ നോക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. ആ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിന് മുഴുവനും രോഗത്തിനുള്ള മരുന്നാണ്. ഖൽബിന്റെ രോഗത്തിനുള്ള മരുന്നാണ് ഖുർആൻ ഓതുന്നത്. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ ഓതുന്നത്. ഇപ്പം ആരും സ്റ്റേജിലേക്ക് വരണ്ട, വെള്ളം മന്ത്രിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരം ഉണ്ടാവും. ഇപ്പം ആരും സ്റ്റേജിലേക്ക് വരണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ ഓതുന്നത് നിങ്ങൾക്ക് ഖൽബ് നന്നാകാൻ, ഹൃദയം നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്നാണ്. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, ഖുർആൻ ഓതുന്നത് മഹാന്മാരുടെ സ്വഭാവമാണ്. സൂഫിയാക്കളുടെ, ഔലിയാക്കളുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് ഖുറത്തു തങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കുക. മക്കളോടൊന്ന് ചോദിക്കുക, അടുത്തവരോടൊന്ന് നിങ്ങൾ ചോദിച്ചു പഠിക്കുക. മഹാനായ ഖുറത്തു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി മഹത്തുക്കൾ പറയുന്നത്, വലിയ ഖുർആൻ ഓതിയിരുന്ന മഹാനാണ്. ഖുർആൻ ഓതിയിരുന്ന മഹാനാണ്. ഖുർആൻ ഓതുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ എന്നുള്ളത് അത് നിങ്ങൾക്ക് മരുന്നാണ്.
മാനസികമായ രോഗത്തിനും ശാരീരികമായ രോഗത്തിനും ഖൽബിന്റെ രോഗത്തിനും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉം ലിമാ ഫിസ്സുദൂർ. ഖൽബിന്റെ രോഗങ്ങൾക്ക് മരുന്നാണ്. വദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. അതേ ഖുർആൻ ഓതുന്നത് ഖൽബിന്റെ രോഗങ്ങൾക്ക് മരുന്നാണ്, ഖൽബ് ശുദ്ധിയാക്കാനുള്ള മരുന്നാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, മഹാനായ കൂറത്തട്ടങ്ങളുടെ ജീവിതത്തിൽ ഓരോ റമദാനിലും 10, 15, 20, 25, 28 വരെ ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു എന്ന് പറയുമ്പോ, ഒരൊറ്റ റമദാനിൽ 25, 28 ഖത്മുകൾ ഓതി തീർത്തു എന്ന് പറയുമ്പോ അവിടുത്തെ നാവിനെന്ത് പവറാണ്, അവിടുത്തെ നാവിനെന്ത് മഹത്വമാണ്. ഓ മോമിനീങ്ങളെ, ആ ഖുർആൻ ഓതുന്ന നാവ് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. ആ നാവ് കൊണ്ട് ആ ദിക്ർ ചൊല്ലിയ ഖുർആൻ ഓതിയ ആ ബായി കൊണ്ട് ഒന്ന് വെള്ളത്തിലൂതിയാൽ അതിനേക്കാൾ വലിയ മരുന്നില്ല. ആ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. മാത്രമല്ല മഹത്തുക്കൾ പറയുന്നു ഖുർആൻ ഓതുന്നത്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം മഹാന്മാര് പറയുന്നത് അടിമ റബ്ബിനോട് ദുആ ചെയ്യലാണ്. കൂറത്ത് തങ്ങളുടെ ദുആ എത്രയാണ് പടച്ചവനോട് ദ്വാരക്കുന്നത്. അത് എത്ര ചെറിയ സദസ്സായാലും വലിയ സദസ്സായാലും ദുആക്ക് വ്യത്യാസമില്ല. എപ്പോഴും പടച്ചവനോട് ദ്വാരക്കുന്ന വലിയ ദുആ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ദിക്റുല്ലാഹ്, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്, സ്വലാത്ത് ചൊല്ലുന്ന നാവ്, ഖുർആൻ ഓതുന്ന നാവ്, ദിക്ർ ചൊല്ലുന്ന നാവ്, ആ നാവിൽ രാത്രിയും പകലും ചൊല്ലുന്നത് ദിക്റാണ്, രാത്രിയും പകലും ഓതുന്നത് ഖുർആനാണ്, രാത്രിയും പകലും ചൊല്ലുന്നത് സ്വലാത്താണ്. ആ നാവിൽ എപ്പോഴും ദുആയാണ്. മറ്റൊരു കാര്യം നാവ് കൊണ്ടില്ല. പിന്നെ നാവിന് പവറില്ലാതിരിക്കുമോ? ആ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അന്തിമ തീരുമാനമാണ്. ആ വായി കൊണ്ട് വെള്ളത്തിൽ ഊതിയാൽ അതിന് വലിയ പവറാണ്. ആ നാവ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് മോമിനീങ്ങളെ, അത്രയും വലിയ മഹത്വത്തിന്റെ ഉടമയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ തങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക. ഓ മോമിനീങ്ങളെ, നമ്മുടെ SBS-ന്റെയും SSF-ന്റെയും SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SMA-യുടെയും SJM-ന്റെയും എല്ലാത്തിന്റെയും മേലെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിത സഭയുടെ കേന്ദ്ര മുശാവറ അംഗമായി നമുക്ക് നേതൃത്വം നൽകി. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജനങ്ങൾ ആശീർവദിച്ചു, അതിനു വേണ്ടി സഹായിച്ചു, അതിനു വേണ്ടി ശബ്ദിച്ചു, അതിനു വേണ്ടി ഒരുപാട് മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് നിലനിൽക്കാൻ വേണ്ടി വാദിച്ചു. ആരെന്തു പറഞ്ഞാലും, ആരെന്ത് ചീത്ത വിളിച്ചാലും, ആരെന്താക്ഷേപിച്ചാലും അവിടുന്ന് അടിപതറിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച നൽകിയില്ല. ആ വലിയ ഒരു നേതൃത്വമാണ്. ആ നേതൃത്വത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാവുക. മുസ്ലിം ജമാഅത്തിന്റെ SYS-ന്റെ SSF-ന്റെ SBS-ന്റെ പ്രവർത്തകരാവുക. സജീവമായി നമ്മൾ പ്രവർത്തിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലേക്ക് മഹാനായ കൂറത്ത തങ്ങൾ വഫാത്തായപ്പോ അതിന് പകരം നമുക്ക് ഖാദിയായി നമ്മുടെ എല്ലാവരുടെയും സുൽത്താൻ, ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായ, ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ, റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ആ തണൽ നീട്ടിത്തരണേ റഹ്മാനെ. ആ മഹാനായ സുൽത്താനുൽ ഉലമ നമ്മുടെ ഒരുപാട് മഹല്ലുകൾക്ക്, വിശിഷ്യ കല്യാണ മഹല്ലിലേക്ക് ആ മഹാനായ ഉസ്താദ് അവറുകളെ ഖാദിയായി കിട്ടിയത് അത് താജുൽ ഉലമയുടെ വലിയ പൊരുത്തമാണ്, കൂറത്ത തങ്ങളെ പൊരുത്തമാണ്. അവർക്കൊക്കെ വലിയ മഹബ്ബത്തുള്ള
ആ താജുൽ ഉലമയുടെയും കൂറത്തങ്ങളുടെയും മനസ്സിൽ വല്ലാത്ത മഹബത്ത് വെച്ചിരുന്ന നേതൃത്വം, ആ നേതൃത്വം നമുക്ക് കിട്ടിയത് അത് അവരുടെ പൊരുത്തം തന്നെയാണ് എന്ന് മനസ്സിലാക്കി പ്രിയമുള്ളവരെ, വന്നരായ ശൈഖുനാ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ്, റബ്ബേ അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. മഹാനവർകൾ വഫാത്തായ ദിവസമാണ് ഈ സഫർ 6 ഇന്നത്തെ രാത്രി മഹാനായ ബേക്കൽ ഉസ്താദ് വഫാത്തായ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട AK ഉസ്താദ്, ചിത്താരി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, ഇവരെല്ലാം ഈ സഫർ മാസത്തിലാണ് വഫാത്തായി പോയത്. അല്ലാഹു അവരുടെയൊക്കെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. 2008 വർഷത്തിൽ മർക്കദു സഖാഫത്ത് സുന്നിയിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് ബഹുമാനപ്പെട്ട ഷമീർ സഖാഫി വാരംകടവ് ഇന്നലെ വൈകുന്നേരം വഫാത്തായി മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തുപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ നമ്മൾ ദർസിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന 6-7 വർഷക്കാലം ഒന്നിച്ചു പഠിച്ച എൻ്റെ ഒരു ആത്മസുഹൃത്തായ SYS മലപ്പുറം ജില്ലാ പ്രസിഡന്റായ മൊയ്നുദ്ദീൻ സഖാഫി വട്ടത്തൂർ, അദ്ദേഹം ഇന്നലെ മഗ്രിബിന്റെ സമയത്ത് തലയിൽ ഒരു സ്ട്രോക്ക് വന്ന് കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. 4 ചെറിയ മക്കളുണ്ട്. നല്ലൊരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ്. മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും നല്ല തിളങ്ങിയൊരു വ്യക്തിത്വമാണ്. വലിയ മുദരിസാണ്, വായിലാണ്, സംഘടനാ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ സഖാഫി എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശിഫാക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളോടും പ്രത്യേകിച്ച് ആ സഖാഫിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ ദുആർക്കണം. അല്ലാഹു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ജീവിതത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് നീ എത്താനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.